നമ്മുടെ ഫേസ് പോലെ അല്ലെങ്കിൽ നമ്മുടെ ബോഡി പാർട്സിനെ നമ്മൾ നോക്കുന്ന പോലെ തന്നെ നമ്മൾ കുറച്ച് കെയറും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് നോക്കേണ്ട ഒരു ബോഡി പാർട്ട് കൂടിയാണ് നമ്മുടെ മുടി എന്ന് പറയുന്നത്. മാനിഫെസ്റ്റിംഗ് മൈ ഡ്രീം ഹെയർ സീരീസ് ഡേ 6 ആണ്. ഇന്ന് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ തലേ ദിവസം ഇതുപോലെയാണല്ലോ മുടി കെട്ടി സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ രാവിലെ ഉറക്കമൊക്കെ എണീറ്റ് വന്നിട്ട് മുടിയൊന്ന് അഴിച്ചിടുമ്പോൾ ഉള്ള ആ ഒരു ആ, ഇതാണ് നിങ്ങൾ കാണുന്നത്. അപ്പം എൻ്റെ ഹെയറിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എല്ലാവരുടെ ഹെയറും അങ്ങനെ തന്നെ ആയിരിക്കാം മേ ബി. എന്തായാലും ഹെയർ കെയർ ചെയ്യുന്ന ടൈമിൽ എനിക്ക് ഹെയർ ഫോൾ അത്യാവശ്യം നല്ല രീതിയിൽ കുറയുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അല്ലാതെ മുടി നോക്കാതിരിക്കുമ്പം നല്ല രീതിക്ക് ഹെയർ ഫോൾ വരും കേട്ടോ. അപ്പോൾ ദാ എൻ്റെ ഫേസിൽ കുറച്ചിടത്തൊക്കെ പിമ്പിൾസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ എൻ്റെ ഹെയർ ഞാൻ ഒരു ലെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കല്യാണത്തിന് ശേഷം. അപ്പോൾ ഇനിയിപ്പം മുടി ഒരേ ലെവലിലൊക്കെ വളർന്നു വരാനായിട്ട് ഒരുപാട് ടൈം പിടിക്കും. എന്നാലും നമ്മൾ 1 ഇയർ കൊണ്ട് നമുക്ക് എത്രത്തോളം ഹെയറിനെ കെയർ ചെയ്താൽ വളർത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ മുടി കാര്യങ്ങളൊക്കെ അഴിച്ച് ജടയും കാര്യങ്ങളൊക്കെ കളയുക. പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ ദിവസവും ചെയ്യുന്ന പോലെ ഒരു ജെൻറ്റിൽ മസാജ് നമ്മുടെ സ്കാൽപ്പിന് കൊടുക്കുക. ഓക്കെ. ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് നല്ല ഉള്ളോട് കൂടിയ നീളമുള്ള മുടിയല്ലേ. ചിലർക്ക് ഷോർട്ട് ഹെയർ ഇഷ്ടമുള്ളവരുണ്ട്. പക്ഷേ എങ്കിലും തിക്കനായിട്ടുള്ള ഹെയർ, അതായത് നല്ല ഉള്ളോട് കൂടിയ മുടിയാണ് എല്ലാവർക്കും ഇഷ്ടം. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു ഹെയർ കെയർ ചലഞ്ചിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഹെയറിനെ കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല നീളമുള്ള മുടി വേണം, അല്ലെങ്കിൽ നല്ല ഉള്ളുള്ള മുടി വേണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു 10 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തേന്ന് വെച്ചാൽ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് അതായത് നമ്മുടെ ഹെയർ ഓയിൽ. ആ ഒരു ഹെയർ ഓയിൽ ഏത് തരം ഹെയർ ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് കെമിക്കൽ പ്രോഡക്ട്സ് കൂടുതലും അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കിയാൽ അത്രയും നല്ലത്. ഓക്കെ. അപ്പോൾ ഇപ്പം ഞാൻ വീഡിയോയിൽ ഇന്നത്തെ ദിവസം ചെയ്ത കാര്യമാണ് കേട്ടോ കാണിക്കുന്നത്. അതായത് ഓയിലും അതിൻ്റെ കൂടെ ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റും കൂടി അപ്ലൈ ആക്കി നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു മെസ്സി ബൺ ഹെയർ സ്റ്റൈലൊക്കെ കെട്ടി വെക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ വിഷയത്തിൽ നിന്ന് തെന്നിപ്പോണ്ട. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയുടെ ഹെൽത്തിന് നമുക്ക് എണ്ണ ആവശ്യമാണ്. അതായത് നമ്മൾ ആഴ്ചയിൽ 2 തവണയെങ്കിലും നമ്മൾ മുടിയിൽ നന്നായിട്ട് എണ്ണ തേക്കണം. ചെറു ചൂടിൽ എണ്ണ തലയിൽ തേച്ച് പിടിപ്പിക്കുന്നത് മുടിക്ക് കൂടുതൽ ബലം കിട്ടാനും പെട്ടെന്ന് മുടി നീളം വെക്കാനും സഹായിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദിവസവും നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. ദിവസവും മസാജ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടും. ഇത് മുടിയുടെ വളർച്ചയ്ക്ക് വളരെ സഹായകരമാണ്. വെളിച്ചെണ്ണയോ ആൽമണ്ട് ഓയിലോ ഉപയോഗിച്ച് നമുക്ക് മസാജ് ചെയ്യാവുന്നതാണ്. ഇതല്ല ലാവൻഡർ ഓയിലോ ഒലിവ് ഓയിലോ ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. ആവണക്കെണ്ണയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ ആ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡെയിലി മസാജ് ചെയ്ത് കൊടുക്കാം. ഡെയിലി ഹെയർ ഓയിൽ അപ്ലൈ ആക്കണം എന്നൊന്നുമില്ല. എങ്കിലും നിങ്ങളുടെ ഡ്രൈ സ്കാൽപ്പ് ആണെന്നുണ്ടെങ്കിൽ ദിവസവും നിങ്ങൾക്ക് സ്കാൽപ്പിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നവരാണ്. ഇനി ഓയിലി സ്കാൽപ്പ് ഉള്ളവരാണെങ്കിലും ഒരു ലേശം, ഒരു വളരെ വളരെ ചെറിയ അളവിൽ മാത്രം സ്കാൽപ്പിൽ ഡെയിലി നിങ്ങൾക്ക് ഒരു നൈറ്റ് നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ കുറച്ച് മാത്രം ഓയിൽ അപ്ലൈ ആക്കിയിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് കിടന്നുറങ്ങും. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടും. രാത്രി ടൈമിലാണ് കൂടുതലും മുടി വളരുന്നത് എന്നാണ് സയൻറ്റിഫിക്കലി പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പ്രൂഫ്സോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ തെളിഞ്ഞിട്ടില്ല. എങ്കിലും നമ്മുടെ ബോഡി പാർട്ടെല്ലാം വളരുന്നത് നമ്മുടെ ബോഡി റെസ്റ്റ് ചെയ്യുന്നൊരു ടൈമിലാണ്. ആ ഒരു ടൈമിലാണ് നമ്മുടെ നഖവും മുടിയും വളരുന്നത് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷാമ്പു എല്ലാ ദിവസവും ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഷാമ്പു ദിവസവും നമ്മൾ യൂസ് ചെയ്യുമ്പം നമ്മുടെ സ്കാൽപ്പിലും മുടിയിഴകളിലും ഒക്കെയുള്ള ഡേർട്ട് നന്നായിട്ട് പോകും. അത് സത്യമാണ്. പക്ഷേ നമ്മുടെ സ്കാൽപ്പിന് ആവശ്യമായിട്ടുള്ള നാച്ചുറൽ ഹെയർ ഓയിൽ കൂടി നഷ്ടപ്പെടും. അതുമൂലം നമ്മുടെ എണ്ണയും ന്യൂട്രിയൻസും ഒന്നും മുടിയുടെ വേരുകളിൽ എത്തില്ല. അപ്പോൾ ദിനംപ്രതിയുള്ള ഈ ഒരു ഷാമ്പു നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നത് നമുക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് ചെയ്യുന്നത്. മുടി വളരുന്നതിനും ആരോഗ്യം നഷ്ടപ്പെടുന്നതിനും അതുമൂലം മുടിയിഴകൾ വേഗം പൊട്ടിപ്പോകുന്നതിനും വളർച്ച തടയുന്നതിനും ഈ ഒരു ഷാമ്പു ഡെയിലി യൂസ് ചെയ്യുമ്പോൾ അതൊരു കാരണമായിട്ട് മാറും. ഇനി നാലാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴൊക്കെ ഷാമ്പു യൂസ് ചെയ്താലും നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യണം. ഞാനും ഈ പറയുന്ന കണക്ക് ഷാമ്പു എപ്പോഴും യൂസ് ചെയ്ത് കണ്ടീഷണർ യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു. എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു ഷാമ്പുവേ കെമിക്കലാണ്, കണ്ടീഷണർ വീണ്ടും കെമിക്കലല്ലേ, എന്തിനാ അപ്ലൈ ആക്കുന്നതെന്ന്. പക്ഷേ എന്നാൽ അത് അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ ഷാമ്പു അപ്ലൈ ആക്കുന്ന ടൈമിൽ പ്രത്യേകിച്ച് ഡ്രൈ ഹെയർ ഉള്ളവർ മുടി നന്നായിട്ട് ഡ്രൈ ആകും. അപ്പോൾ ആ ഒരു ഡ്രൈനെസ് ഇരുന്നാൽ നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഡ്രൈ ഹെയർ ഉള്ളവർ ഉറപ്പായിട്ടും കണ്ടീഷണർ അപ്ലൈ ആക്കുക. ഓയിലി ഹെയർ ഉള്ളവർ അപ്ലൈ ആക്കണ്ട എന്നല്ല, എങ്കിലും ഓയിലി ഹെയർക്കാർക്ക് നാച്ചുറൽ ഓയിൽ പെട്ടെന്ന് സെക്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാകില്ല. എങ്കിലും ഓയിൽ ഹെയർ ഉള്ളവരും
കണ്ടീഷണർ അപ്ലൈ ആക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മുടിയെ നോവിക്കാതെ വേണം തോർത്താനായിട്ട്. അതായത് കുളി കഴിഞ്ഞ് മുടി ഉണക്കാൻ നമ്മൾ റഫായിട്ടുള്ള തുണികൾ ഉപയോഗിക്കരുത്. നല്ല മൈക്രോ സോഫ്റ്റ് ടവൽസ് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അതുപോലെ മൃദുവായിട്ട് വേണം നമ്മൾ തോർത്തിയെടുക്കാനായിട്ട്. അധികം അമർത്തി തോർത്തുന്നത് മുടിയുടെ അഗ്രം പിളരുന്നതിന് കാരണമാകും. ഇത് ഹെയർ ഫോള് അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കാരണമാകും. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ചീപ്പാണ്. അതായത് നമ്മുടെ നനഞ്ഞ മുടി നമ്മൾ വേഗത്തിൽ പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കുളിച്ച ഉടനെ നമ്മൾ മുടി ചീകുന്നത് ഒഴിവാക്കണം. അതുപോലെ തന്നെ നല്ല അകലമുള്ള പല്ലോട് കൂടിയ ചീപ്പ് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. മുടിയുടെ അഗ്രഭാഗം മുതൽ നമുക്ക് ചീകി തുടങ്ങാം. ജട പിടിക്കാതിരിക്കാൻ ഇത് സഹായിക്കും. ഇനി ഏഴാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിൻ്റെ എൻഡ് നമുക്ക് വെട്ടിക്കൊടുക്കണം. അതായത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും അല്ലാതെ മുടി വെറുതെ അഴിച്ചൊക്കെ ഇടുന്ന ടൈമിൽ നമ്മുടെ മുടിയുടെ അറ്റം പൊട്ടിപ്പോകാനായിട്ടുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 6 ആഴ്ച അല്ലെന്നുണ്ടെങ്കിൽ ഒരു 2 മാസം 3 മാസമൊക്കെ കൂടുന്ന ടൈമിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മുടിയുടെ തുമ്പൊന്ന് വെട്ടിക്കൊടുക്കാം. ഒരു ചെറുതായിട്ട് സ്പ്ലിറ്റൻസ് ഇല്ലെങ്കിലും ചെറുതായിട്ടൊന്ന് മുടിയുടെ അറ്റം വെട്ടിക്കൊടുക്കുന്നത് മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ട് സഹായിക്കും. ഈ ഒരു ചലഞ്ചിൽ ഞാൻ മുടിയുടെ അറ്റം വെട്ടിക്കൊടുക്കുന്നില്ല. ഇൻ കേസ് സ്പ്ലിറ്റൻസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് വിടത്തേ ഉള്ളൂ കേട്ടോ. എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ സ്ട്രെയിറ്റ്നർ അതുപോലെ തന്നെ ഹെയർ ഡ്രയർ അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ നമ്മൾ യൂസ് ആക്കാണ്ടിരിക്കുക. ഒമ്പതാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നല്ല ഹൈറ്റിൽ പോണിറ്റെയിൽ കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ കിട്ടുന്ന ടൈമിൽ നമ്മുടെ മുടി നന്നായിട്ട് വലിഞ്ഞു മുറുകും. ആ ഒരു ടൈമിൽ നമ്മുടെ മുടിയുടെ ആ ഒരു റൂട്ടിന് ബലം ഇല്ലാതാവുകയും മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാനും പൊഴിഞ്ഞു പോകാനും ഒക്കെ സാധ്യതയുണ്ട്. മുടിയുടെ ആയുസ് പെട്ടെന്ന് കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനിയുള്ളത് നമ്മുടെ പില്ലോസിന്റെ കാര്യമാണ്. അതായത് നമ്മുടെ കോട്ടൺ തലയണകൾ ഒഴിവാക്കുക. സാറ്റൻ ഓർ സിൽക്ക് പില്ലോസ് യൂസ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ.